സ്വീകരണം കൊടുത്തോരോരുത്തർ വേഗം മാറി. സഹോദരി സഹോദരന്മാരെ, സഖാക്കളെ, സുഹൃത്തുക്കളെ, നിങ്ങളിവിടെ നൽകിയ ഈ സ്നേഹം നിറഞ്ഞ സ്വീകരണം, നല്ല ഉയരത്ത് കാത്തു നിന്ന് നൽകിയ സ്വീകരണത്തിന് ഞാൻ ആദ്യം തന്നെ വിനയപുരസ്സരം നമ്മി രേഖപ്പെടുത്തുകയാണ്. കളമശ്ശേരിയിലേക്ക് വന്നപ്പോ ആദ്യം കളമശ്ശേരിക്കാരനായി മാറിയ സ്ഥലം മൂലപ്പാടാണ്. ചെയ്തോ മുതക്കാട് അവിടെയാണ് ആദ്യം താമസിച്ചത്. അങ്ങനെയാണ് ആദ്യത്തെ കളമശ്ശേരി താമസം ഈ പ്രദേശത്തേക്ക്. അതുകൊണ്ട് ഈ പ്രദേശവുമായിട്ട് അന്ന് മുതലുള്ള ആഴത്തിലുള്ള ബന്ധമാണ്. ഈ നാട് ഏറ്റവും അധികം ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ വെള്ളക്കെട്ടാണ്. ഞങ്ങളൊക്കെ പഠിക്കുന്ന കാലത്ത് ചുണ്ടി ജംഗ്ഷൻ ഈ രൂപത്തിലായിരുന്നില്ല. നമ്മുടെ സംസുണ്ട് കൊച്ചുമൊക്ക, അബ്ദുൽ ഖാദർക്ക, HMD സഹോദരന്മാർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകൾ ആ വീക്കെൻഡോട് എല്ലാവരും ഒന്നിച്ചിരുന്ന സ്ഥലമാണ് നമ്മുടെ HMD ഐലൻഡ്. അതിനുശേഷമാണ് ഹൈവേ പുതുതായി വരുന്നത്. ഇപ്പോൾ ചെല്ലപ്പൻസലാവും ചങ്ങോണ്ടിസ്ലാവും രണ്ടുപേരും കൂടി നടന്ന് ഇവിടുന്ന് അങ്ങോട്ട് വരും. പിന്നെ ഹൈവേ വന്നു. ഹൈവേ വന്നു കഴിഞ്ഞതോടുകൂടിയാണ് നേരെ സൗത്ത് മാറി യൂണിവേഴ്സിറ്റി ജംഗ്ഷൻ പുതിയ രീതിയിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് നിരന്തരം വെള്ളക്കെട്ടിലേക്ക് എത്തി. ദശകങ്ങളായി വെള്ളക്കെട്ടാണ് മൂലപ്പാടത്തിന്റെ ശാപം. ജനപ്രതിനിധിയായി തെരഞ്ഞെടുക്കപ്പെട്ട ഘട്ടത്തിൽ ആദ്യത്തെ ആവശ്യം ഈ പ്രദേശത്ത് നിന്നുള്ളത് വെള്ളക്കെട്ടിന് ശാശ്വതമായ പരിഹാരമാണ്. ആ ശാശ്വതമായ പരിഹാരം കുറച്ച് കടുപ്പമുള്ളതായിരുന്നു. മുനിസിപ്പാലിറ്റി, പൊതുമരാമത്ത് വകുപ്പ്, ദേശീയപാത അതോറിറ്റി, റെയിൽവേ ഇവയെല്ലാം ചേർത്ത് വെച്ചുകൊണ്ടുള്ള വികസന പ്രവർത്തനത്തിന് തുടക്കം കുറിച്ചു. PWD അവന്റെ നിർമ്മാണം പൂർത്തീകരിച്ചു. ദേശീയപാത വലിയ തോതിൽ പണം ചെലവഴിച്ച് നമ്മൾ പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. നിങ്ങൾ എന്നെ തെരഞ്ഞെടുത്തത് കൊണ്ടാണ് MLA ആകാനും മന്ത്രിയാകാനുമുള്ള അവസരം ലഭിച്ചത്. മന്ത്രിയാകുമ്പോഴും MLA ആകുമ്പോഴും ഈ പ്രദേശത്ത് ഒരാളായി, ഇവിടെ മിക്കവാറും ആളുകൾക്ക് അടുത്ത് പരിചയമുള്ള ചേർത്ത് പിടിക്കാവുന്ന ഒരാളായി തന്നെയാണ് പ്രവർത്തിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. മണ്ഡലത്തിലെ ജനങ്ങളെ ആകെ ചേർത്ത് പിടിക്കുന്ന ഒപ്പം വികസന പദ്ധതി എഴുതിയിട്ടുണ്ട്. നമ്മുടെ പീതാംബര മാഷായിരുന്നു ഞങ്ങളുടെയൊക്കെ ഗുരുനാഥൻ. അദ്ദേഹത്തെ ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. രാമൂർത്തി ചേട്ടൻ, കുടുംബം എല്ലാവരും വളരെ അടുപ്പമുള്ള ആളുകളാണ്. അപ്പൊ ആ സ്നേഹം ഇപ്പോഴും നമുക്ക് കാത്തു സൂക്ഷിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ആ സ്നേഹം ഉണ്ടാകണം എന്ന് മാത്രം വീണ്ടും അഭ്യർത്ഥിച്ചുകൊണ്ട് ചുറ്റിക അരിവാൾ നക്ഷത്രം അടയാളത്തിൽ വോട്ടുകൾ രേഖപ്പെടുത്തി കഴിഞ്ഞ തവണത്തേക്കാളും വലിയ ഭൂരിപക്ഷത്തോടുകൂടി കേരള നിയമസഭയിലേക്ക് വീണ്ടും തെരഞ്ഞെടുക്കണമേ എന്ന് സ്നേഹപരിസരം അഭ്യർത്ഥിച്ചുകൊണ്ട് നിങ്ങളുടെ കനകചേച്ചി ഉൾപ്പെടെ എല്ലാവരും നൽകിയ ആ സ്നേഹത്തിന് ഒരിക്കൽ കൂടി നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും സ്നേഹാഭിവാദ്യങ്ങൾ.